ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബീഫ് ദം ബിരിയാണീൻ്റെ വീഡിയോ ആണ്. നമ്മളെ റെസ്റ്റോറൻറ്റിലും കല്യാണ പുരയിലും കിട്ടുന്ന അതേപോലത്തെ ബിരിയാണി തന്നെ. അതിന് വേണ്ടിയിട്ട് ഞാൻ 7 ഉള്ളി, 3 തക്കാളി, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി, 10-15ഓളം പച്ചമുളക് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ജാറിലേക്ക് ആ 15 പച്ചമുളകും പിന്നെ ആ വലിയൊരു കഷ്ണം ഇഞ്ചി മുറിച്ചതും പിന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലാതെ ഉണ്ട് അതും പിന്നെ ബാക്കി ഞാൻ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ എടുത്ത് നല്ല ചതച്ചെടുക്കണം. പേസ്റ്റാക്കി എടുത്തുകൂടെ. ബിരിയാണിക്ക് എപ്പോൾ ചതച്ചതാണ് ടേസ്റ്റ്. അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ മാറ്റി വെച്ച് 2 ഉള്ളി നൈസായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിന്. അത് നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കാനാണ്, നൈസായിട്ട് തന്നെ വേണം. അതിന് ശേഷം ഒരു ചട്ടി എടുത്തിട്ടായിട്ട് 1/2 കപ്പ് വെളിച്ചെണ്ണയിലേക്ക് 3 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് ഉള്ളിനെ പൊരിച്ചെടുക്കണം. അപ്പോൾ ഉള്ളി പൊരിച്ചെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഉള്ളി ഇടുന്ന സമയം വരെ പൊരിച്ചെടുക്കണം. അതിന് ശേഷം തീ ചെറുതായിട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊരു പകുതി മുക്കാൽ ബ്രൗൺ കളറാകുമ്പോൾ അതിനെ കോരി മാറ്റണം. അല്ലെങ്കിൽ അത് ആ ചൂടിലിരുന്നിട്ട് ഇത് ഈ കളറാകുമ്പോൾ കോരി മാറ്റണം. നല്ല ബ്രൗൺ ആകുന്ന ആ ചൂടിലിരുന്നിട്ട് അതൊന്നും കൂടെ മൂക്കുമ്പോൾ അതൊന്നും കൂടെ കരിഞ്ഞതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമുക്ക് ആ ഉള്ളി ഒരു ഇളം മധുരത്തോടെ തന്നെ വെറുതെ തിന്നുമ്പോൾ അതിനൊരു രുചിയല്ല, അങ്ങനത്തെ രുചിയിൽ തന്നെ കിട്ടണം. ഞാൻ ഇത് ഇവിടെ മാറ്റി കൊടുത്തിട്ട് അതിനൊന്നും ഇങ്ങനെ വിട്ട് കൊടുക്കുന്നുണ്ട്. വിടിയിപ്പിച്ച് ഇങ്ങനെ വിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് പൊരിച്ച് കോരി മാറ്റിയെടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഇതെല്ലാം കൂടെ ഇങ്ങനെ കോരി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബിരിയാണി ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക, ഇതേ സ്റ്റെപ്പിൽ തന്നെ. അപ്പോൾ ബീഫ് ദം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആ ബിരിയാണിക്ക് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. അപ്പോൾ ഇതേ എണ്ണയും ഇത് തന്നെയാണ് ഞാൻ ചോറ് വെക്കാനും മസാലക്കും എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് എണ്ണയൊന്നും നെയ്യൊന്നും അല്ലാണ്ട് ഉപയോഗിക്കുന്നില്ല. ചോറിന് മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ദം ഇടുമ്പോൾ അല്ലാണ്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഓയിലോ അങ്ങനെ നെയ്യോ ഒന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കുക്കർ എടുത്തിട്ട് 1.5 കിലോ ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തീരെ ചെറുതല്ല, പീസാക്കണ്ട, ഒരു മീഡിയം സൈസ് പീസാക്കിയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ ചതച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ ചതവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ആ പൊരിച്ച് വെച്ച ഓയിലിൽ നിന്ന് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് പുതിനയിലിനേക്കാളും കുറച്ചും കൂടെ മല്ലിച്ചപ്പ്, 1/2 ചെറുനാരങ്ങൻ്റെ നീര്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 8-10 വിസിലോളം ഈ ബീഫിനും വിസിലടുപ്പിച്ചെടുക്കാം. ബീഫ് അത്രയും വെന്ത് കിട്ടിയാൽ നമ്മൾ ചോറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും. ആ ബീഫിൻ്റെ സത്തു ഇതെല്ലാം അതിൽ നിന്ന് ഇറങ്ങി വരണം, അല്ലെങ്കിൽ ചോറിന് മണവും ഗുണവും ടേസ്റ്റൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇത് 10 വിസിലിനോട് ആവി പോയതിന് ശേഷം ഞാൻ ഇത് തുറന്നു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് അതേ കുക്കറിൽ തന്നെ കഴുകാനും വേണ്ട, അതേ കുക്കറിൽ തന്നെ ആ പൊരിച്ച് മാറ്റി വെച്ച എണ്ണയിൽ 1/2 കപ്പ് ഓയിൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ 5 സവാള, വലിയ സവാള ആണെങ്കിൽ 4 എണ്ണം മതി. ഈ 5 സവാള ഞാൻ നൈസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ട് അത് വാടാനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കുള്ള ആ ചതവെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ചതവ്. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇതേപോലെ ഉള്ളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിലേക്ക് ഈ 3 തക്കാളിയും കൂടെ ഇട്ടിട്ട് നല്ലോണം വാട്ടി കൊടുക്കുക. ഒരു കൈപ്പൊടിയോളം മല്ലിച്ചപ്പും കുറച്ച് പുതിനയില നല്ലോണം നമ്മളെ ചോറിനും മസാലയൊക്കെ എല്ലാത്തിനും ഒരു ഭയങ്കര കുത്തായിരിക്കും. ആ കുത്ത് ഇഷ്ടമുള്ളവർക്ക് പ്രശ്നമില്ല, നമുക്ക് ആ കുത്ത് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ബാക്കി 1/2 മുറി ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഇതിലേക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഗരം മസാലപ്പൊടി മൊത്തത്തിൽ 2-3 ടേബിൾ സ്പൂൺ വേണം. അപ്പോൾ ഞാൻ ഇത് ഓരോരോ പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് വാട്ടിയിട്ട് അതിനൊന്ന് അടച്ചു വെക്കുക. എന്നിട്ട് 2-3 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നല്ലോണം വാടി വന്നതിന് ശേഷം നമ്മൾ ഈ പൊരിച്ച് വെച്ചിട്ടുണ്ടായ ഉള്ളിയിൽ നിന്ന് 1 കൈപ്പിടിയോളം അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് നമുക്ക് വാട്ടാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മസാലയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ മസാല നല്ലോണം വെന്ത് വാടി വന്നിട്ടുണ്ട്. എപ്പോൾ മസാല നല്ലോണം വാടി കിട്ടണം, അങ്ങനെയാണ്. ഞാൻ തൈര് ലാസ്റ്റാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തൈര് മുമ്പേ ഒഴിച്ച് കഴിഞ്ഞാൽ ഓരോരോ സമയത്ത് ഭയങ്കര വെള്ളമുള്ള തൈരാണെങ്കിൽ അത് വെന്തുകൊണ്ടിരിക്കും, അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊറിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് ആകുമ്പോൾ ഒഴിച്ചാൽ അതിൻ്റെ ഫ്ലേവറും അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ മസാല വെള്ളമായില്ല. അപ്പോൾ ഞാനിത് ഈ ബീഫ് എല്ലാം ഇതിലൊക്കെ ഇട്ട് കൊടുത്തിട്ടും
വാട്ടിയെടുത്തിട്ടുണ്ട്, ഒന്നും കൂടെ മസാല മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പം കുക്കറിൽ തന്നെ ദമ്മിടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുക്കറിൽ തികയില്ല, അതുകൊണ്ട് ഞാൻ കുക്കറിലുണ്ടായ മസാല തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജീരകശാല അരിയാണ് എടുത്തിന്, 3/4 കപ്പ് ജീരകശാല അരി. അപ്പം 3/4 കപ്പ് എടുക്കുമ്പോൾ 3/4 കിലോ ജീരകശാല അരി. അപ്പോൾ അത് ഏത് പാത്രത്തിലാണോ അളന്നെടുക്കുന്നത്, അപ്പോൾ ആ പാത്രത്തിൽ അത് 1 കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം എടുക്കണം. അപ്പോൾ ഞാനത് കഴുകി ഊറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അരി വറുത്തിട്ടാണ് ഞങ്ങളുടെ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ അരി വറുക്കാനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആ പൊരിച്ച് വെച്ച അതേ എണ്ണയിൽ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബേ ലീഫും 2-3 ഗ്രാമ്പ്, പട്ട, ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുത്ത് എന്നിട്ട് അരിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ തീ ചെറുതായിട്ട് കുറച്ചിട്ട് വറുത്തെടുത്താൽ അത് അരി പൊട്ടിയും പോവും, ഇങ്ങനെ പൊതിർന്നാണ് കയറ്റി അരി പെട്ടെന്ന് വറുത്തും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് അരി എങ്ങനെ വറുത്തത് മനസ്സിലായി നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് അരി വിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ക്രിസ്പി പോലെ ആയിട്ടുണ്ടാവും. അങ്ങനെ എന്നിട്ടാകുമ്പോൾ ഞാൻ അതിൻ്റെ അപ്പുറം തന്നെ 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിന്. ആ തിളച്ച വെള്ളം തന്നെ ഈ അരിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട്, തിളച്ച വെള്ളമല്ലല്ലോ ഒഴിച്ച് കൊടുത്തത്, അല്ലെങ്കിൽ വെള്ളം തികയാതായിട്ട് തോന്നും. ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഇങ്ങനെ വിട്ട് കിട്ടുന്ന ചോറിന് ഒട്ടിയൊന്നും പിടിക്കില്ല ചോറ്. അപ്പോൾ അത് ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചോറ് എടുത്തിട്ടായിട്ട് ദമ്മിടണം. അപ്പോൾ ഞാനിത് ഈ ചോറ് കുറച്ചായിട്ട് എടുത്തിട്ട് ആ ദമ്മിടാൻ വെച്ച പാത്രത്തിലേക്ക് ഞാൻ ആദ്യം ആ മസാലേൻ്റെ മുകളിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഇത് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വറുത്ത് കോരി വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതിൽ നിന്നെല്ലാം കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. അതും കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും രണ്ടാമത്തെ ചോറ് ഇടുമ്പം അതേ സ്റ്റെപ്പ് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ ദമ്മിടുന്നവർ കനൽ കോരിയിട്ടിട്ട് ദമ്മിടുന്നവരുണ്ട്, പിന്നെ മൈദപ്പൊടിൻ്റെ ഇത് ഒട്ടിച്ചിട്ട് ദമ്മിടുന്നവരുണ്ട്. അങ്ങനെ അപ്പോൾ നമുക്ക് നമ്മളെ പാത്രത്തിൻ്റെ അടപ്പ് നല്ലതാണെങ്കിൽ, ആവിയൊന്നും പുറത്ത് പോകാത്തതാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ദമ്മിട്ടിട്ട് പിന്നെ ഇതെന്തെങ്കിലും വെയിറ്റ് എടുത്തിട്ട് മുകളിൽ വെച്ച് കൊടുത്താൽ മതി, ദമ്മായിക്കോളും. ഞാനിപ്പോൾ അങ്ങനെയാണ് ദമ്മാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ബിരിയാണി എന്തായാലും നിങ്ങൾ പെരുന്നാളൊക്കെ ആയില്ലേ, ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ മനസ്സിലാവും നമ്മളെ കല്യാണ വീട്ടിലും മറ്റേ റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന അതേ ബിരിയാണി തന്നെ, വെറുതെ അറിയുന്നതല്ല, എന്തായാലും ഇങ്ങനെ തിന്നുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മളെ ഈ ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിക്കുമ്പം ബീഫ് ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ 15 മിനിറ്റോളം തീ ഇട്ടിട്ട് ദമ്മാക്കിയെടുത്ത് 15 മിനിറ്റ് തീ ഇല്ലാണ്ട് ദമ്മാക്കിയെടുത്ത്. അപ്പോൾ അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ബീഫെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഈ ബിരിയാണി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.